അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ട്രെയിലർ ഇതാ നാളെ വരാൻ വേണ്ടി പോവാണ്. 200K ഇൻട്രസ്റ്റ് ആണ് ക്രോസ് ആയിരിക്കുന്നത്. അതായത് ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും അധികം ഹൈപ്പ് വന്നിരിക്കുന്നത്. എന്തായാലും എമ്പുരാൻ മൊത്തം വേൾഡ് വൈഡ് 500 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അങ്ങനെ നോക്കുമ്പോൾ 2018 ഉണ്ടാക്കിയ റെക്കോർഡും മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയ റെക്കോർഡും എമ്പുരാൻ വന്ന് തൂക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതുപോലെ ലിയോ നമ്മുടെ കേരളത്തിൽ വന്നുണ്ടാക്കിയ 12 കോടി, അതാണല്ലോ ഇപ്പോഴത്തെ 12 കോടിയാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പായി നിൽക്കുന്നത്. അതായത് എമ്പുരാൻ വരുന്നതോടുകൂടി ഫസ്റ്റ് ഡേ കളക്ഷൻ 30 കോടിക്ക് മുകളിൽ കേരളത്തിൽ മാത്രമായിട്ട് കളക്ട് ചെയ്യുന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഈ വരുന്ന 20-ാം തീയതിയാണ് ലൂസിഫർ പതിപ്പ് റീ റിലീസായിട്ട് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. അതേ ദിവസം തന്നെയായിരിക്കും എമ്പുരാൻ്റെയും ട്രെയിലർ തിയേറ്ററിൽ ഇനി വരാൻ പോകുന്നത്. അതായത് ഒരു മോഹൻലാൽ ആരാധകൻ്റെ ഏറ്റവും വലിയ കാത്തിരിപ്പാണ് എമ്പുരാൻ. അതായത് 5 വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവ്. നോർത്ത് ഇന്ത്യയിൽ AA ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടി പോകുന്നത് എമ്പുരാൻ്റെ. അതായത് നോർത്ത് ഇന്ത്യയിൽ യഷ് ഫിലിംസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് AA ഫിലിംസ്. അതിന് വലിപ്പം പറയണമെങ്കിൽ പുഷ്പ 2, അനിമൽ, ദേവര, കൽക്കി എല്ലാ പടത്തിലും ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് AA ഫിലിംസ് ആണ്. അതേപോലെ ഹോംബാലെ ഫിലിംസ് ആണ് കർണാടകയിൽ കൈ കോർക്കാൻ വേണ്ടി വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം KGF, സലാർ, കാന്താര ഈ 3 ബിഗ് ബജറ്റ് പടത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഹോംബാലെ ഫിലിംസ് ആണ്. ഇതിന് കൂടെ തന്നെ SVC റിലീസും കൂടിയും ഇതിന് കൂടെ കൈകോർക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ലാലേട്ടൻ്റെ സ്വന്തം കമ്പനിയായ ആശീർവാദ് സിനിമാസും പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനീസും കൂടി ഒത്തിറങ്ങുമ്പോൾ പടം ഏത് ലെവലിലേക്ക് എത്തുമെന്നുള്ള കാര്യം. ലാലേട്ടൻ ആരാധകരെല്ലാം തന്നെ ഒത്തുനോക്കുന്നത് ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻസ് ആണ്. 12 കോടി. അത് നമ്മൾ തകർത്തെറിഞ്ഞിരിക്കും. ടൈലൻഡിൽ മമ്മൂട്ടിയുടെ എൻട്രിയും കൂടി ആകുമ്പോൾ പടത്തിൻ്റെ റേഞ്ച് വേറെ ലെവലിലേക്ക് തന്നെ ആയിരിക്കും. അതായത് ഇക്ക ഫാൻസും കൂടി സന്തോഷിക്കുന്ന ലെവല് ഈ പടത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കൂടെ ഡോൺലിയുടെ ബോസായിട്ടും വരുന്നു മമ്മൂട്ടി. എമ്പുരാൻ്റെ ട്രെയിലർ ആദ്യമായി കണ്ടത് പൃഥ്വിരാജ് കാണിച്ചത് രജനീകാന്തിനെയാണ്. രജനീകാന്ത് തന്നെ പടത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് അന്തം വിട്ടു എന്നാണ് പറയുന്നത്. കാരണം വരാൻ പോകുന്നത് ഏട്ടൻ്റെ തന്നെ കരിയറിലെ ഏറ്റവും വലിയ പടമാണ് എമ്പുരാൻ. അതായത് ലൂസിഫർ വന്നിട്ട് 5 വർഷമായി. 2019 ലൂസിഫർ റിലീസായത്. 5 വർഷം ഉണ്ടാക്കിയ കോലിളക്കം ഇതുവരെയായിട്ടും ലാലേട്ടൻ ഫാൻസിൻ്റെ ഒരാൾക്ക് പോലും അത് ചോർന്നിട്ടില്ല. ലാലേട്ടൻ ലാസ്റ്റ് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് തിയേറ്റർ കൊലുങ്ങുമെന്നാണ്. അത് ഉറപ്പിക്കും വിധമാണ് പടത്തിലെ ടീസർ പുറത്തു വന്നത്. ടീസർ പുറത്തു വന്ന സമയത്ത് തന്നെ മമ്മൂട്ടി പറഞ്ഞിരുന്നു ഇത് ചെറിയ പടമല്ല, വലിയ പടമാണെന്ന്. ചെകുത്താൻ്റെ തിരിച്ചുവരവിന് ഇനി 8 നാളും കൂടിയുള്ളൂ. അതായത് ചെകുത്താൻ ഇത്രയും കാലം ഈ ലോകത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്, ആ വിശ്വാസമാണ് ചെകുത്താനെ ഇത്രയും വലിയൊരു ഉയരങ്ങളെത്തിച്ചത്. ഒരിടയ്ക്ക് റിലീസ് വൈകിപ്പോകുമോ എന്നുള്ള കാര്യത്തിൽ പോലും വലിയ സംശയമായിരുന്നു. കാരണം ലൈക്ക പ്രൊഡക്ഷൻ്റെ പിന്മാറൽ അതിന് വഴി തെളിയിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിനെ മലർത്തിയടിച്ചും കൊണ്ടാണ് നമ്മുടെ ഗോപാലേട്ടൻ ശ്രീ ഗോകുലം മൂവീസ് ഈ പടവും ഏറ്റെടുത്തത് ഡിസ്ട്രിബ്യൂഷൻ നടത്താമെന്ന് ഒരു ഉറപ്പ് തന്നത്. അതായത് ലൈക്കയുടെ ഫുൾ സെറ്റിൽമെൻറ്റ് ഒറ്റ ക്ലിക്കിൽ ക്ലോസ് ചെയ്ത് മാസ് കാണിച്ചിട്ടാണ് ഗോപാലേട്ടൻ ഈ പടത്തിൽ എൻട്രിയിലേക്ക് വന്നത്. അതായത് ഒരു മാസ് പടത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ പടത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒരേ സമയത്ത് വന്നത്. കാരണം ഓൺ സ്ക്രീനിൽ ലാലേട്ടനാണെങ്കിൽ ഓഫ് സ്ക്രീനിൽ നമ്മുടെ സ്വന്തം ഗോപാലേട്ടൻ. മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാള പടം IMAX-ൽ റിലീസാകാൻ വേണ്ടി പോകുന്നത്. ഇതോടുകൂടി എമ്പുരാൻ ഒരു ലോകോത്തര ഇൻ്റർനാഷണൽ പടമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.